കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ഈസ്റ്റർ അവധി ദിവസവും അഖിലേന്ത്യാ പരീക്ഷ നടത്തിയ കേന്ദ്ര സർക്കാർ. CBSE-യിലേക്ക് സൂപ്രണ്ട് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് പരീക്ഷ നടത്തിയത്. അവധി ദിവസ പരീക്ഷയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. ഈസ്റ്റർ ദിനത്തിലെ പരീക്ഷ പാടില്ലാത്ത കാര്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. സമഗ്ര വിവരങ്ങൾ നിർവൻ ചക്രവർത്തി നൽകും. ലോകത്ത് ആകമാനം ഈസ്റ്റർ ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് രാജ്യത്ത് ഒരു അഖിലേന്ത്യാ പരീക്ഷ ഇന്ന് തന്നെ അവധി ദിവസം നടത്തിയെന്നതാണ് ഏറെ ഗൗരവതരമായ കാര്യം. അതിൻ്റെ ഭാഗമായി CBSE ആണ് 2 കാറ്റഗറിയിലെ പരീക്ഷ ഇന്ന് നടത്തിയത്. ആ പരീക്ഷയിൽ ഒന്ന് സൂപ്രണ്ടും ഒപ്പം തന്നെ ജൂനിയർ അസിസ്റ്റന്റ് 2 വേക്കൻസിയിലേക്ക് വേണ്ടിയുള്ള പരീക്ഷ നടത്തി. കേരളത്തിലും ആ പരീക്ഷ നടന്നു. തിരുവനന്തപുരത്താണ് കേരളത്തിലെ സെൻറ്ററുകൾ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി അവരുടെ റോൾ നമ്പർ മാറി എന്ന വിവരങ്ങൾ വരുന്നു. അത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പരീക്ഷാ സെൻറ്ററിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു. പല വിദ്യാർത്ഥികൾക്കും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നുമൊക്കെ തന്നെ ഇടുക്കിയിൽ നിന്നൊക്കെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾ എത്തിയത്. അത് ഒരു കാര്യം. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ ഈസ്റ്റർ ദിനം തന്നെ ഒരു പരീക്ഷ രാജ്യത്ത് നടത്തി എന്നതാണ്. അതിലും ഉദ്യോഗാർത്ഥികൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. രാജ്യത്തെ ഇത്തരത്തിൽ മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഈസ്റ്റർ പോലെ ഒരു ദിവസം പോലും ഒരു പൊതുപരീക്ഷ നടത്തുന്നു എന്നതാണ്, അത് കേന്ദ്ര സർക്കാർ തന്നെ അതിന് നേതൃത്വം നൽകുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായ കാര്യം. അതുകൊണ്ട് ഇന്ന് പരീക്ഷയ്ക്കെത്തിയ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ശക്തമായ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുകയും അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് കൈരളി ന്യൂസിനോട് തന്നെ അവരുടെ പ്രതികരണം പങ്കുവെക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാം. പ്രൊപ്പഗണ്ട ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഇത് നടക്കുമ്പോൾ ഇങ്ങനൊരു നല്ല ഒരു പ്രവൃത്തിയല്ല. നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇത്ര ടൈം പീരീഡിലാണ് ഇത് വരുന്നത്. അഡ്മിറ്റ് കാർഡ് അതൊന്നും ചേഞ്ച് ചെയ്യാനോ എക്സാം ചേഞ്ച് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ല. സൺഡേ തന്നെ എക്സാം നടത്തുന്നത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ഇത് മാറ്റി വെക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പാണ് ഹോൾ ടിക്കറ്റ് വന്നതും. ഒരുപാട് പേര് മിസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ് റൂമിൽ തന്നെ 3 പേരെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് വിഷു ഈസ്റ്റർ അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളില്ല. പിന്നെ നമുക്ക് വേറെ വഴിയില്ല. കുട്ടികൾ വളരെ കുറവാണ്, ക്ലാസ്സുകളിലൊക്കെ വളരെ കുറവാണ്. എൻ്റെ ക്ലാസ്സിൽ 5 പേരേ ഉള്ളൂ. ഇന്നലെയാണ് രാത്രി റിവൈസ് ചെയ്ത ഹാൾ ടിക്കറ്റ് വന്നത്. അപ്പം 8 മണിക്കായിരുന്നു വന്നത്. അപ്പം നമ്മൾ കണ്ടപ്പോൾ തന്നെ 8:45 ആയി. അപ്പം പിന്നെ പോയി എടുക്കണ്ടേ. ഇന്ന് ഈസ്റ്റർ ആണ്, സൺഡേ ആണ്. അപ്പോൾ കട രാവിലെ തുറക്കത്തില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ പിള്ളേർ കുറവാണ്. എൻ്റെ ഹാളിൽ തന്നെ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹാളിൽ 3 പേരെ ഉണ്ടായിരുന്നു. പക്ഷെ അവധി ദിവസമാണെന്നുള്ളതും അറിയുന്നുണ്ട്. പക്ഷെ മാറ്റാൻ വേറെ ചാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വേറെ എക്സാം എഴുതല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. ശക്തമായ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ വിവിധ കോണുകളിൽ നിന്നുണ്ടായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൻ്റെ പ്രതിഫലനമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത് ശരിയായ നടപടിയല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. പരീക്ഷ നടത്തുന്നത് ഒട്ടും ശരിയായ നിലയല്ല. പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതായിരുന്നു. അപ്പം അതെല്ലാം അതും കൂടെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഭാരതം എങ്ങോട്ടാണ്, ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉത്കണ്ഠ രേഖപ്പെടുത്തുന്ന സ്ഥിതിയാണുള്ളത്. ഈസ്റ്റർ പോലത്തെ ഒരു ദിവസം തന്നെ പരീക്ഷ നടത്തിയെന്നത് ഒന്നാമത്തെ കാര്യം. ഒപ്പം തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സാധാരണ CBSE-യുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ സർക്കാർ നിയമനം നടത്തുമ്പോൾ അതിൻ്റെ പരീക്ഷ UPSE ആണ് നടത്തേണ്ടത്. അത് CBSE നടത്തുന്നു. അതിൽ തന്നെ വിശ്വാസ്യതയുടെ കുറവുണ്ട്. കേരളത്തിലൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയമനങ്ങൾ നടത്തുന്നത് നേരിട്ട് PSE ആണ്. ഇത് CBSE തന്നെ നേരിട്ട് നിയമനത്തിന് പരീക്ഷ നടത്തുന്നു. ഒപ്പം തന്നെ അതിൽ 15 മാർക്കിന് ഹിന്ദി നിർബന്ധിതമായി ഉൾപ്പെടുത്തുന്നു എന്ന പ്രതിഷേധവും ഉദ്യോഗാർത്ഥികൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ ഹിന്ദി പഠിക്കാത്ത വിദ്യാർത്ഥികളാണ് എങ്കിൽ ഇതിൽ 15 മാർക്ക് അവർക്ക് ഈ പരീക്ഷയിൽ തന്നെ നഷ്ടമാകും. അതുകൊണ്ട് ഏതർത്ഥത്തിലാണ് ഹിന്ദി പോലത്തെ ഭാഷ നിർബന്ധിതമാക്കാനുള്ള ശ്രമം, രാജ്യത്ത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ CBSE പരീക്ഷയും ഇതിന് ഉദാഹരണമാണ്. ഒപ്പം തന്നെ ഈസ്റ്റർ ദിനത്തിൽ ഇങ്ങനൊരു പരീക്ഷ നടത്തി. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി CBSE-യുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്ത് ഏകാധിപത്യപരമായ സമീപനങ്ങളുമായി BJP കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ പരീക്ഷാ ഏജൻസികളെ പോലും വിശ്വാസ്യത ഇറക്കുന്ന സമീപനത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ന് ഈസ്റ്റർ ദിവസം തന്നെ CBSE രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരീക്ഷ നടത്തിയത്. ആതിര. ശരി.